ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഒരുപക്ഷെ ഈ ഒരു ചോദ്യം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഒത്തിരിയേറെ ആകുലതയിൽ ജീവിക്കുന്നവരാണ് നമ്മളല്ലേ. എപ്പോഴും ടെൻഷനാ നമുക്ക്. ഒരിക്കലും മനസ്സ് തുറന്ന് ഒന്ന് സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പലരുടെയും മുഖത്ത് നിന്ന് ഒരു പുഞ്ചിരിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. പലരെയും കാണുമ്പോൾ നമുക്ക് തന്നെ ടെൻഷൻ തോന്നാറുണ്ടല്ലേ. സ്നേഹമുള്ളവരെ, അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മളോട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഈ ആകുലപ്പെടുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് നിനക്ക് ലഭിക്കുക? നിന്റെ ജീവിതത്തില് സഹനം ഉണ്ടാവുകയില്ല, വേദന ഉണ്ടാവുകയില്ല എന്നല്ല ഈശോ പറയുന്നത്. മറിച്ച് നീ എന്തിനാണ് ഈ വേദനകളെ ഓർത്ത് ആകുലപ്പെടേണ്ടത്? നീ ആകുലപ്പെടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നീ എന്താണ് ചെയ്യേണ്ടത്? അതും വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ. എന്താ ചെയ്യേണ്ടത്? നീ എൻ്റെ രാജ്യം അന്വേഷിക്കേ, നീ എന്നെ തേടേ, എനിക്ക് വേണ്ടി നീ അധ്വാനിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ നിനക്ക് വേണ്ടി അധ്വാനിക്കുവാനായിട്ട്, നിനക്ക് വേണ്ടത് നൽകാനായിട്ട് ഞാൻ തയ്യാറാവും. നീ ആകുലപ്പെടേണ്ട ആവശ്യം ഇല്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് എത്രമാത്രം ഈ ഒരു വചനം സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എൻ്റെ ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? തമ്പുരാനോട് ചേർന്നിരിക്കാനായിട്ട് ഞാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളില്, പ്രശ്നങ്ങളില് എന്നെ സഹായിക്കാനായിട്ട്, എന്നെ സംരക്ഷിക്കാനായിട്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, ഒരിക്കലും പിന്നീട് എനിക്ക് ആകുലപ്പെടേണ്ട ആവശ്യമുണ്ടാകത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സംരക്ഷണം നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് നമ്മുടെ ആകുലതകളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. അവനിൽ ആശ്രയിക്കാം. ഈശോയോട് കൂടുതൽ ചേർന്നിരിക്കാനായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ആ പുഞ്ചിരി, ആ ഒരു സമാധാനം, ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുക്കാനായിട്ട് ഒരിക്കലും ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിച്ച് ജീവിക്കാതെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവൻ എന്നെ സംരക്ഷിക്കും എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ അവനോട് ചേർന്നിരിക്കാനായിട്ട്, സമാധാനത്തില്, സന്തോഷത്തില് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.